اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. والله جعل لكم من بيوتكم سكنا. ബഹുമാനനായ കേന്ദ്രം ബയ്യോളി മണ്ഡലം പ്രസിഡന്റ് അസ്ലം അവർ, സെക്രട്ടറി, മറ്റു വേദിയിലിരിക്കുന്ന നന്ദിയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാരണവന്മാര്, എന്നെ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഗത ഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശാഖകളുള്ള സ്ഥലത്ത് മുഴുവനും ഇപ്പോൾ ഫാമിലി മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം കഴിഞ്ഞ വെക്കേഷൻ കാലഘട്ടത്തിൽ മണ്ഡലം സമ്മേളനങ്ങൾ സമാപിച്ചപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം അത് വിലയിരുത്തുകയും മഴക്കാലമാകുമ്പോൾ ആ സജീവതയെ നിലനിർത്തുന്നതിന് വേണ്ടി കാലികമായ ഒരു വിഷയത്തെ ചർച്ച ചെയ്യപ്പെടണം എന്നാലോചിക്കുകയും ആ ആലോചനയുടെ ഫലമായി താഴെ ഘടകങ്ങളിലേക്ക് സർക്കുലർ അയക്കുകയും പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന പേരിൽ നിങ്ങളുടെ ശാഖയിൽ കഴിയുന്നിടത്തോളം വീടുകൾ കേന്ദ്രീകരിച്ചു പള്ളിയോടനുബന്ധിച്ചുള്ള മദ്രസകളിലും കോംപ്ലക്സുകളിലും പള്ളികളിലും ഒക്കെ വെച്ച് ആ നാട്ടിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരു ഫാമിലി മീറ്റ് നടത്തണം എന്ന് ആഹ്വാനം ചെയ്തു. അൽഹംദുലില്ലാ, ഞാൻ തന്നെ ഇന്നലെ നമ്മുടെ താനാളൂർ പന്താപൂർ എന്ന പ്രദേശത്തായിരുന്നു ഇന്നലെ രാത്രി. ഇന്ന് ഇൻഷാ അല്ലാഹ് രാത്രി ചേന്നമംഗലൂരിനടുത്തുള്ള പൊറ്റശ്ശേരി എല്ലാ യൂണിറ്റിലും ഫാമിലി മീറ്റാണ്. അവിടെ കാണാൻ കഴിയുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ എല്ലാവരും, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യൂണിറ്റിലും ഇവിടെ പരമാവധി ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിച്ചിട്ടുണ്ട്. ആളുകൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ വെച്ചത് എന്ന് ഉദ്ഘാടന ഭാഷണത്തിൽ അല്പം നമ്മളോട് അതിന്റെ സൂചന നൽകിപ്പോയി. ഇന്നത്തെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അങ്ങനെ പറയാൻ കാരണം പല വാർത്തകളും ഞാനും നിങ്ങളുമൊക്കെ നിരന്തരമായി വായിക്കുന്നവരും കേൾക്കുന്നവരുമാണ്. ഈ അടുത്ത് ഒരു കുടുംബത്തിലെ ഒരു മകൻ വിവാഹം അന്വേഷിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു അത്രേ, എനിക്കൊരു ഫോൺ ചെയ്യണം ഈ വരനുമായി, പുതിയാപ്ലയുമായി. പുതിയാപ്ല അപ്പോ അവര് പറഞ്ഞു ആയിക്കോട്ടെ, അവളുടെ ഒരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു, അവൾ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പോ ഇവളുടെ ഫോൺ സംഭാഷണം ഈ വരന്റെ ഉപ്പ എന്നോട് വിളിച്ചു പറയണം. എന്താ ഒന്നാമത്തത്, അവളൊരു സൈക്കോളജി പഠിക്കുന്ന പെൺകുട്ടിയാണ്.
അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് സൈക്കോളജി പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം വാട്സാപ്പിൽ സമയം ചെലവഴിക്കേണ്ടി വരും, അത് നിങ്ങൾ സമ്മതിക്കണം. അവൻ പറഞ്ഞു, ഞാനും ഒരു ജോലിക്കാരനാണ്, നിന്റെ ഒരു ജോലിയുടെ പ്രൊഫഷന്റെ ഭാഗമായി അല്പം നോക്കാം, അതൊക്കെ കുടുംബത്തെ ഒരു താറുമാറാകാതെ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. രണ്ടാമത് ഇവൾ പറഞ്ഞു, ഞങ്ങളെ ഈ സൈക്കോളജി ഗ്രൂപ്പ് ഇടക്കിടക്ക് കൂടും, ഗ്യാതറിങ് നടക്കും. അപ്പോ ആ ഗ്യാതറിങ്ങിന് ചിലപ്പോ നാട്ടിലാവും, ചിലപ്പോ മറ്റു ജില്ലകളിലാവും, ഒരുപക്ഷെ അന്യ സംസ്ഥാനത്തോ. അവിടെ പോകാനുള്ള അനുവാദം നിങ്ങൾ തരണം. ഓ പറഞ്ഞു, അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായി കുറച്ച് ദൂരെ യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിന്റെ കൂടെ അവള് പറയണ്ട, അവിടെ ചില ഡാൻസ് ഉണ്ടാവും, ചില കളികൾ ഉണ്ടാവും, അതിലൊക്കെ ഞാൻ പങ്കെടുക്കും. മൂന്നാമതായി ഇവള് പറഞ്ഞത്, അതാണ് അസ്ലംക പറഞ്ഞൊരു ഭാഗം. ഇവള് പറഞ്ഞ വാചകം, എനിക്കത്ര റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും പ്രായവും, അപ്പൊ അവരെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കഴിയില്ല. പിന്നീട് ഈ ഗർഭം ചുമക്കുക, മക്കള്, ഇതൊക്കെ പറഞ്ഞ വലിയ ഉത്തരവാദിത്വം, അതൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പോ ഇവര് പറഞ്ഞു, ഫോണിൽ വെച്ച് നമ്മള് രണ്ട് പിതാക്കന്മാർ സംസാരിച്ചോട്ടെ, നമുക്ക് എന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ ഉപ്പ ഈ ഉപ്പനെ വിളിക്കണം. അവളുടെ കാഴ്ചപ്പാടനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു, ഇത് കേട്ടപ്പോ നമ്മുടെ കുടുംബങ്ങളിലുള്ള ചില പ്രശ്നങ്ങളാകും, ചിന്താഗതികളാകും എന്ന് വിചാരിച്ച് സ്കൂളിലേക്ക് പോയതാണ്. സ്കൂളിൽ പോയപ്പോ ഞങ്ങളെ സ്കൂളിന്റെ താഴ് ഭാഗത്തെ ഏറ്റവും അടിയിലെ ഫ്ലോറിലാണ് ലേഡീസ് സ്റ്റാഫ്. അപ്പൊ അതിനെ മുന്നിലൂടെ നടന്നു പോകണം. അപ്പൊ അവരുടെ എല്ലാവരും വട്ടത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു SR സബ്ജക്ട് കൗൺസിലാണ്. അപ്പൊ HM പറഞ്ഞ സംഗതി നമ്മൾ കേൾക്കാത്തത് കൊണ്ട് അവരോട് ചോദിച്ചാണ്, എന്താ SRG ആണോ? SRG എന്നല്ല, ഇന്നലെ ഞങ്ങളെ വീട്ടിൽ നടന്ന ഒരു കല്യാണ ചർച്ച ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അമുസ്ലിങ്ങളായ ആളുകളാണ് ഇവരധികവും. അവര് പറയാണ്, കല്യാണം എന്ന് പറയണേ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് എന്റെ വീട്ടിലെ പെൺകുട്ടി അനിയത്തി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അത്ഭുതത്തോടു കൂടി സംസാരിക്കണം. അപ്പൊ നമുക്ക് ബോധ്യായി, ഇത് മൊത്തത്തിൽ ബാധിച്ച ഒരു രോഗാണ്, അസുഖാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത് ഇത്തരം വാർത്തകളാണ്, മറുഭാഗത്ത് കേൾക്കുന്നതോ കുടുംബങ്ങൾ ആയി വന്ന കുടുംബങ്ങളിലേക്ക് അസ്വാരസ്യങ്ങളും അസമാധാനങ്ങളും പ്രയാസങ്ങൾ നിറഞ്ഞ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് കേൾക്കുന്നത് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പെൺകുട്ടി പറഞ്ഞയച്ചത് കോളേജിലേക്ക് മരിച്ചു വീഴുന്നത് ലോഡ്ജിൽ. ആത്മഹത്യ ചെയ്യുമ്പോഴാണ് വീട്ടിലുള്ള ആളുകൾ അറിയുന്നത്, അവൾ പോയത് ബാംഗ്ലൂരിലാണല്ലോ, അവിടുത്തെ ഹോസ്റ്റലിലാണല്ലോ, പിന്നെ എങ്ങനെ കോഴിക്കോട്ടെ ഒരു റൂമിൽ മരിച്ചു വീഴുന്നു. മാതാപിതാക്കൾ വല്ലാതെ പ്രയാസപ്പെടാൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരികളെ, ഇതൊന്നും എന്റെ വീട്ടിലുണ്ടാവൂല, എന്റെ നാട്ടിലുണ്ടാവൂല എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ വളർന്നു വരുന്ന മക്കളെ കുറിച്ച് ആശങ്കയില്ലാത്ത രക്ഷിതാക്കളില്ല. സ്കൂളിൽ PTA വിളിച്ചാല് രക്ഷിതാക്കളൊക്കെ വരും, ഇപ്പൊ ആണുങ്ങളും വരും. എന്ത് നിങ്ങളൊക്കെ ഇത്ര ജാഗ്രതയിൽ വരുന്നത് എന്ന് ചോദിക്കുമ്പോ അവർക്കൊക്കെ ഉള്ള പേടി തച്ചുമ്പോ വല്ലാത്തൊരു ബേജാറാണ് മക്കളെ കുറിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും +2 പ്രായത്തിലുള്ള ഒരു മോനോ മോളോ ഉണ്ടെങ്കിൽ നമുക്കൊരു ബേജാറ് തുടങ്ങാൻ. പ്രിയപ്പെട്ടവരെ, എന്തേ ഇത് സംഭവിക്കുന്നത്? ഈ സംഭവത്തിന് ഒരു മാറ്റം വേണം. നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റമുണ്ടാകണം. കാരണം നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? നമ്മുടെ വീടിനെ പറ്റി വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ വാക്കാണ്, ഉറപ്പാണല്ലോ അത് സംഭവിക്കുന്നു. നമ്മുടെ വീടിനെ പറ്റി അല്ലാഹു പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. വിശ്വാസികളുടെ വീടിനെ സംബന്ധിച്ച വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞത് എന്ത്? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളെ നാം ആക്കിയിരിക്കുന്നു സകന, സമാധാനത്തിന്റെ ഗേഹമാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ വീട് സമാധാനത്തിന്റെ വീടാന്നാ പറഞ്ഞ്. ഒരു മുസ്ലിമാണോ മുവഹിദാണോ
ഇസ്ലാഹി കുടുംബത്തിലെ കുടുംബാംഗങ്ങളാണോ, നമ്മൾ അനുഭവിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ സമാധാനം എന്തുകൊണ്ടാ? ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഇറക്കുക. അപ്പൊ നമ്മള് ഈമാനും ഇസ്ലാമും ഒക്കെ ഉൾക്കൊണ്ടതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഈ സമാധാനം അനുഭവിക്കുന്നു. നമ്മുടെ പ്രായം ചെന്ന നമ്മുടെ മാതാപിതാക്കൾ അത് അനുഭവിച്ചത് നമ്മളിങ്ങനെ കാണുന്നു. പക്ഷേ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ മുഅ്മിനിന്റെ വീട്ടിലും അതാ കേൾക്കുന്നു അസമാധാനത്തിന്റെ വർത്തമാനം. അപ്പൊ എന്തോ ഒരു പ്രശ്നം നമ്മളെ വീട്ടിൽ കയറുന്നു. ഈ ഒരു ഫാമിലി മീറ്റ് എന്തിനാ? ഈ അസമാധാനമുള്ള അന്തരീക്ഷമല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബം. ആ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും വേണം. കല്യാണം കഴിക്കാൻ പറഞ്ഞിടത്ത് എന്താ? കല്യാണം എന്തിനാ നമ്മൾ കഴിക്കുന്നത്? നമുക്ക് ഭൗതികമായി ദുനിയാവിൽ നമുക്ക് സമാധാനം കിട്ടാൻ. അവൾക്ക് അവളിലും സമാധാനം കിട്ടണം. പിന്നെ രണ്ടാമത്തെ എന്തിനാ? നാളെ പരലോകത്ത് രക്ഷപ്പെടണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ കല്യാണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അപ്പോ ആ സമാധാനം കിട്ടേണ്ട വീടകങ്ങൾ അസമാധാനത്തിലേക്ക് പോകുന്നുവെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടത് ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പാലക്കാട് പോയപ്പോ, ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോ ആ വണ്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു നമ്മുടെ ഹിദായത്തുൽ വാസലിന് പറഞ്ഞു, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അസമാധാനം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നീ എവിടെ പോകാമെങ്കിലും പറഞ്ഞോ, ഞാൻ കരുതുന്നത് നമ്മുടെ വിവാഹങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിവാഹങ്ങളിൽ ഇസ്ലാം എവിടെ ഉള്ളത്? നിങ്ങളിങ്ങനെ ആലോചിച്ചു. നമ്മുടെ വിവാഹങ്ങളിൽ ഇസ്ലാം എവിടെ ഉള്ളത്? ഒരു സ്ഥലത്ത് മാത്രമാണ്. ആ ഖത്തീബ് വരും, നിക്കാഹ് നിർവഹിക്കും. ആ നിക്കാഹ് മാത്രമേ ഇസ്ലാമുള്ളൂ, ബാക്കിയൊക്കെ അനിസ്ലാമിക. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ എന്തിനാ ഈ കല്യാണത്തിന് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് എന്റെ പണം, ഞാൻ വലിയ ഒരു മുതലാളിയാണ്, ഞാൻ ഈ നാട്ടിലെ പ്രമാണിയാണ് എന്ന് അറിയിക്കാനാണോ? ഇല്ലാത്ത പണം ഉപയോഗിച്ച് മക്കളെ ഒരു വിവാഹത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോ ആ വാപ്പയും ഉമ്മയുടെയും ആഗ്രഹം എന്താ? ഇവരുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകണേ എന്ന. ആ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. നമ്മൾ ഈ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാ ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നത്. ആ മക്കൾക്ക് വിവാഹത്തിലേക്ക് കയറി വരുന്ന ആ കുട്ടികൾ പഠിച്ചോനെ അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കറബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷെ അള്ളാഹ് നോക്കുമ്പോ ബർക്കത്ത് കൊടുക്കാനുള്ള ഒരു വസ്തു അവിടെ കാണില്ലെങ്കിലോ? ഇപ്പൊ എനിക്ക് ഇവിടെ ഉണ്ടോ അറിയില്ല, ഞങ്ങളൊക്കെ നാട്ടില് കോഴിക്കോടിന്റെ കുറച്ച് ഭാഗങ്ങൾക്ക് നമ്മളെ നാട്ടിൽ കയറി വന്നിട്ട് ഇപ്പൊ മഞ്ഞ കല്യാണം, ചോപ്പ് കല്യാണം, എന്തൊരു കല്യാണം. ഞാൻ എന്റെ വൈഫ് വെച്ച അവളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഒരു സ്റ്റാറ്റസ് ഓള് പറയാണ്, ദാ മഞ്ഞ കല്യാണം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കതറിയില്ല. ഞാൻ ചോദിച്ചു, എന്താ ഈ മഞ്ഞ കല്യാണം പറഞ്ഞുണ്ടാ? ഇവിടെ നടന്നത്, ഈ സ്റ്റാറ്റസ് പ്രകാരം നടന്നത് ഓള് പറയാണ്, ആ പെൺകുട്ടിയെ മഞ്ഞ ഉടുപ്പ് അണിയിച്ചിട്ട് മുറ്റത്തേക്ക് ഇറക്കി, എന്നിട്ടോ മഞ്ഞപ്പൊടി വിതര, എന്നിട്ട് അതിന്റെ മേൽ വെള്ളം ചാർക്കുക, എന്നിട്ട് അങ്ങനെ പാട്ടും പെയ്ത്തും ആണും പെണ്ണും. പ്രിയപ്പെട്ട സഹോദരിമാരെ, എവിടെയാണ് ബർക്കത്ത് കിട്ടുക? ആ കുട്ടി എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും. അത് പോട്ടെ, അതിന് മുമ്പ് തന്നെ എന്താണ് ബ്രൈഡ് ടു ബി എന്താ പിന്നെ രണ്ട് ടു ബി ഉണ്ടല്ലോ, അത് അതിലേറെ വലിയത്. ഇന്നിപ്പോ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാല് അത് ഏകദേശം സേവ് ദ ഡേറ്റ് ആണ് ഏറ്റവും വലിയ ഡേറ്റ്. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞത് എന്താ? കല്യാണത്തിന് മുമ്പാണ് ഇതൊക്കെ നടക്കുന്നത്. നിക്കാഹിന് മുമ്പ് ഏകദേശം ബെഡ്റൂമിലെ പകുതി സീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഷൂട്ടിംഗ് എടുത്ത് കയ്യില് എന്നിട്ട് സേവ് ദ ഡേറ്റിന്റെ ആ ഒരു രംഗം കാണും.
അത് നമ്മൾ വിചാരിക്കും പടച്ചോനെ ഇതൊക്കെ ഒരു മറയെ വെച്ച് ചെയ്യണ്ടല്ലേ. അതിങ്ങനെ ക്യാമറ പകർത്തിയിട്ട് ഞങ്ങളുടെ കല്യാണത്തിന് ഏകദേശം സമയമായി. ഇവര് രണ്ടുപേരും കല്യാണത്തിന് മുമ്പ് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ എന്താ റീലാണ്, ആ റീല് അയക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടുക്ക നമ്മൾ പോണേ? എന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാം, എന്ത് പടച്ചോനെ ബർക്കത്ത് തരണേ. അള്ള ബർക്കത്ത് പോയിട്ട് എന്താ തരാ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചു വരണം. ഏത് ഈ ദുനിയാവിൽ മാത്രല്ല, ഇവിടെ നിന്നിട്ട് ആ കുറഞ്ഞ സ്ഥലത്തുള്ള റീലല്ല ജീവിതം, റിയൽ ജീവിതം എവിടെ ഉണ്ട്, വരാനുണ്ട്. ആ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് താൽക്കാലികമായി ഒരു പരീക്ഷണാലയം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹുവിന്റെ നോട്ടല്ലേ, നോക്കി ആലോചിക്കും. പക്ഷെ ഇങ്ങനെ ഇപ്പൊ നന്ദിയിലേക്ക് ഇങ്ങനെ നോക്കണ്ടോ, എത്ര ആള് വീട്ടിലിരിക്കുന്നുണ്ട്, എല്ലാം വിലയിരുത്തല്ലേ റബ്ബ്, എല്ലാം വിലയിരുത്തും. ഓരോ നിമിഷവും നമ്മളെങ്ങനെ വിലയിരുത്തുക. എന്തുകൊണ്ടായിരിക്കും? ഇത് അക്കൗണ്ടബിൾ ആണ്. ഈ ജീവിതം അക്കൗണ്ടബിൾ ആണ്. നമ്മൾ ഇവിടേക്ക് വന്നത് ബിസിനസ് ചെയ്യാനോ വീടുണ്ടാക്കി കൂടാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പഠിച്ചു വലിയ ജോലി കിട്ടാനോ ഒന്നല്ല ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ഒരു പൊതുബോധം തന്നെ മാറിപ്പോയിട്ടുണ്ട്. ചില ആൾക്കാർ കണ്ടാ വിചാരിക്കും ഓനെ പഠിച്ചോ അങ്ങോട്ട് പറഞ്ഞു വെച്ച് ഓനെങ്ങാനും ഭൂമിയിൽ വന്നില്ലെങ്കിൽ ഈ ബിസിനസ് ഇവിടെ നടക്കൂല. ഓൻ ഒരു ഇബാദത്തും ഇല്ല, ഒന്നുമില്ല. കാരണം എന്താ, ഈ ബിസിനസ് ഓന് ഒരു അല്പസമയം അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ ഇത് തകർന്നു. ആ വീട്ടിലായാലും ബിസിനസ്, നാട്ടിലായാലും ബിസിനസ്, എവിടെയായാലും ഓനെ വിളിച്ച തിരക്കാണ്, ബിസിനസിന്റെ തിരക്കാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പടച്ചോനെ ഓൻ അള്ളാഹു പറഞ്ഞു വെച്ച ബിസിനസ്സിനാണ്. ആരെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു? ചിലോരെ കണ്ടാ വിചാരിക്കും ഓന് ജോലിയാണ്. ഈ ദുനിയാവിലെ ഓന്റെ പണി വെച്ചാല് ജോലി, ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ഇതാക്കാം. ചിലോര് പൈസ, ചിലോര് പെണ്ണുങ്ങള്. എന്റെ ജീവിതം പറഞ്ഞാൽ എന്റെ പെണ്ണിന് വേണ്ടിയാ, എന്റെ മക്കൾക്ക് വേണ്ടിയാ. ആരെ പറഞ്ഞു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങളെങ്ങോട്ട് അയച്ചത് ഒരു പരീക്ഷണത്തിനാണ്. ആ പരീക്ഷണത്തിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ള ബാധ്യതകളൊക്കെ നിർവഹിക്കാം. പക്ഷെ അടിസ്ഥാനപരമായ ഒന്നുണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാമെന്ന അതൊക്കെ ഒഴിവാക്കി ബാക്കിയൊക്കെ. ഇപ്പൊ ഞാൻ നന്ദിക്ക് എന്നോട് വന്ന് ഇവിടെ പ്രസംഗിക്കാൻ. ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ കുടുംബക്കാരിവിടെ ഉണ്ട്, എന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇത് ഒഴിവാക്കിയിട്ട് ആ സുഹൃത്തിനെയും കുടുംബ ബന്ധമൊക്കെ ചേർത്തിയാൽ നിങ്ങൾ എന്താ പറയാ? ഇയാളെന്തൊരാളാ, ഇയാൾ എങ്ങോട്ട് വിളിച്ചത് പ്രസംഗിക്കാൻ? ഇയാൾ കുടുംബബന്ധം ചേർത്തി നാട്ടുകാരെ മുഴുവൻ അങ്ങനെ ആക്കി പോവാണല്ലോ പറയില്ലേ? ഇതേപോലെ പടച്ചോൻ എന്തിനാണോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അത് ഒഴിവാക്കി ബാക്കിയൊക്കെ ചെയ്യാം. അതിനർത്ഥം കുടുംബബന്ധം ചേർക്കേണ്ടതല്ല, സുഹൃത്തിനെ കാണാൻ. ഇതാണ് മെയിൻ. ഇത് കഴിയുമ്പോ അല്ല, ഇതിനോടനുബന്ധിച്ച് നിനക്ക് സമയം കിട്ടുമ്പോ ചെയ്തോ, അതല്ല മെയിൻ. ഇങ്ങനെ നമ്മുടെ പൊതുബോധത്തെ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറ്റിയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളെ വീട്ടിക്ക് സമാധാനം വേണം. വീട്ടിൽ സമാധാനം വേണോ? ഒരൊറ്റ കാര്യം ചെയ്യാൻ നിർബന്ധമാണ്, നമ്മുടെ വീട് ഇസ്ലാമികവൽക്കരിക്കണം. അപ്പൊ ചിലർക്കൊക്കെ അല്ല ഇസ്ലാം ഇപ്പൊ ഇങ്ങനെ ഈ വീട്ടിലേക്കും കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങളെങ്ങാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിലേക്ക് ഇസ്ലാമിക അന്തരീക്ഷം നിങ്ങളൊന്ന് കൊണ്ടുനോക്കൂ. കൊണ്ടുവന്നാല് നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്താണ്? സമാധാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇവിടെ നിൽക്കാൻ? ഭാര്യനോട് തെറ്റി വന്ന ഒരാൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ, ഭർത്താവിനോട് തർക്കുത്തരം പറഞ്ഞു വന്ന ഒരു പെണ്ണിന് ഇവിടെ ശരിക്കിരിക്കാനോ, ഒരു ജോലിക്ക് പോകാനോ, ഒരു ഇബാദത്ത് ചെയ്യാനോ ഇല്ല. നമ്മുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ വരാൻ കഴിയുന്നത്. അപ്പൊ എന്തുണ്ടാക്കണം? ഈ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തണം. എന്തു വേണം? ഇസ്ലാം പറഞ്ഞു ചെയ്താൽ മതി. അപ്പൊ അതിലേറ്റവും ആദ്യം ആർക്കാ കൊടുക്കേണ്ടത്? നമ്മുടെ മക്കൾക്ക് ഇതിനെപ്പറ്റി ബോധ്യപ്പെടുത്തണം. അതില് സ്ത്രീകളോടാണ് എനിക്ക് കാര്യമായി പറയാനുള്ളത്. നിങ്ങൾ മതത്തിന്റെ വിഷയത്തിൽ അതിനർത്ഥം ആണിന് അത്ര മതപരമായ സംഗതി ഒന്നും വേണ്ടാന്നല്ല. ആണിന് വേണം, ആണിന് മതത്തിന്റെ ബോധം വേണം, മതപരമായ കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് വേണം. പക്ഷെ പെണ്ണ് ഒന്നുകൂടി ജാഗ്രത വേണം. എന്താ
നമ്മള് മക്കളുടെ ദീന് കുറഞ്ഞു പോകുമ്പോ ആദ്യം അറിയേണ്ട ആരാ? ഉമ്മ അറിയണം. പക്ഷെ ഉമ്മ ഒന്നും അറിയല്ല. ഞാൻ UP വരെ പഠിച്ച പെൺകുട്ടികളൊക്കെ നല്ല മൊത്തട്ട് വരും. ഇപ്പൊ ഞാൻ UP പഠിപ്പിക്കുന്നുണ്ട്, ഹൈസ്കൂളുണ്ട്. UP 5ാം ക്ലാസ്സിലും ഹൈസ്കൂൾ 8ലും 2 എൻട്രൻസിൽ എന്നെ ഏൽപ്പിച്ചാണ്. 2 എൻട്രൻസിൽ വെച്ചാല് അവിടെ 2നെയും റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ UP പഠിപ്പിച്ച ഈ കുട്ടികൾ 7 കഴിഞ്ഞ് 8ാം ക്ലാസ് എത്തുമ്പോ ഓളെ തട്ടത്ര 8 ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോ തട്ടങ്ങനെ തോള്. അപ്പോ ഒരു കുട്ടി ഭയങ്കരമായിട്ട് തട്ടൊന്നും മാറ്റില്ല. ഓൾ അങ്ങനെ തന്നെ ഭയങ്കരമായ മഫ്ത കെട്ടിട്ട് ഞാൻ ചോദിച്ച, അല്ല മോളെ ഈ ട്രെൻഡിന്റെ പരിചില്ലേ എന്ന് ചോദിച്ചപ്പോ ഓള് പറയാണ്, ഈ മഫ്തെങ്ങാനും ഒരു മുടിയെങ്ങാനും കണ്ടാലേ എന്റെ ഉമ്മ പോരെ കേൾക്കൂല. അപ്പൊക്ക് ബോധ്യായി. ആ ഉമ്മാന്റെ ആ ഒരു, നമ്മൾ ഉമ്മനെ പേടിച്ചിട്ടല്ല, പക്ഷെ ആ ഉമ്മാന്റെ ദീനിന്റെ സ്ട്രിക്റ്റ് ഉള്ളതുകൊണ്ട് ആ മോക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദ്യം നമ്മൾ ഒന്ന് ലൂസായാൽ, മോളെ ഒരു മുടി കണ്ടപ്പോ ഇപ്പോഴത്തെ കാലത്ത് ഇത്രകളും ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് നിങ്ങളൊന്നൊരു സോഫ്റ്റ് ആയി നോക്കി. അപ്പൊ പിന്നെ കുറച്ച് പെടുക്കാവും, പിന്നെ അതിതാവും. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോ 9ാം ക്ലാസ് 10ാം ക്ലാസ് എടുക്കുമ്പോ, മോളെ ആ തട്ടെടുത്ത് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നടന്നാ എന്താമാ? എന്നോടൊരു കുട്ടി ചോദിക്കാണ്, 10ാം ക്ലാസ് ജയിച്ചപ്പോ ആദ്യം തന്നെ അവന്റെ പ്രണയം പിടിച്ചപ്പോ ഞാൻ ഓലെ 2 വിളിച്ചു ഇരുത്തി. ഒരാൾ അവിടെ ഇരുത്തി ചോദിച്ചു, 2 പറഞ്ഞൊക്കെ എന്റെ ബോധ്യപ്പെടുത്തി പറഞ്ഞയക്കുമ്പോ പെൺകുട്ടി വന്നിട്ട് പോകുന്ന സമയം ചോദിച്ചാ, അല്ല സ്നേഹിച്ചപ്പോ എന്താ തെറ്റ്? ഏത് നേരെ നമ്മളോട് തന്നെ നമ്മളിതൊക്കെ പറഞ്ഞു ഒന്ന് സോൾവ് ആക്കി വിടുമ്പോ എന്താ പറയാ? ഇതേപോലെ ആൺകുട്ടിയും വന്ന് ചോദിക്കാണ് എന്താ തെറ്റ്? ഇതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരികൾ. കുറച്ചായിട്ട് കഴിഞ്ഞാൽ, ഇത് വളർന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചു ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് ഉസ്താദേ ഒന്ന് മോളോട് പറയണം, ഒന്ന് മോനോട് പറയണം, നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് പറയണം, വസ്ത്രത്തിന്റെ കാര്യം ഒന്ന് പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കൊള്ളണം എന്നില്ല. അതിനാണ് ഉമ്മമാരെ തുടങ്ങുമ്പോ തന്നെ പിടിക്കാം. മോളെ ഇത് ഉമ്മച്ചിന്റെ കുട്ടി ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഇത് പരമാവധി പാലിച്ച് ഇറങ്ങാൻ കഴിയും. അല്ലാതെ ഈ വീട്ടിക്ക് കേറണ്ട എന്ന ഒരു സ്ട്രിക്റ്റ് നിങ്ങൾ പാലിച്ചു നോക്കി പ്രിയപ്പെട്ട സഹോദരിമാരെ, മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും. ഏത് ഇപ്പൊ ഈ കോഴിക്കോട് മരണപ്പെട്ട കുട്ടി 2ാമത്തെ പ്രാവശ്യം ട്രാപ്പ് പെട്ട്. ആദ്യം അബോർഷൻ ചെയ്തതാണ്. ഒരു 2ാമത്തെ പ്രണയത്തിൽ, ആ പ്രണയത്തിന്റെ ഭാഗമായി ആ കുട്ടി ഇവിടെ എത്തുമ്പോഴാണ് ഇയാൾക്ക് വേറൊരു പ്രണയന്റെ അറിഞ്ഞത്. അത് കണ്ടപ്പം ഇവൾ തകർന്ന്. ആ സമയത്ത് ഇവൾ ഗർഭിണിയാണ്. ഓക്കെ, ആലോചിച്ചു, ഇതാരെ കേൾക്കണേ? ഉമ്മയും വാപ്പയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മക്കളെ പറ്റി ഒരു വാർത്ത അങ്ങനെ കേട്ടാൽ ആ വാപ്പാന്റെ ഉമ്മാന്റെ മനസ്സിൽ, ഞാൻ അപ്പ വാർത്ത കേട്ടപ്പോ റബ്ബേ ആ വാപ്പയും ഉമ്മയും അനുഭവിക്കുന്ന വേദന എത്രയായിരിക്കും എന്ന് എനിക്കപ്പ തോന്നി. ആ കുട്ടിയുടെ മരണമല്ല, അതിനേക്കാൾ അപ്പുറത്ത് അവളെ പെറ്റുപോറ്റി വളർത്തിയ ഒരു വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ. അവരാ വാർത്ത കേൾക്കുമ്പോ എത്രത്തോളം ഞെട്ടലോട് കൂടിയായിരിക്കും ആ വാർത്ത കേൾക്കുക. ഒരു പെണ്ണിനെ നിക്കാഹ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലെങ്കിൽ ഏത് വാപ്പാണ് ഒരു പെണ്ണിനെ കല്യാണിപ്പിച്ചു കൊടുക്കുക? നിക്കാഹ് എന്ന് പറഞ്ഞ ഇസ്ലാമിൽ ഇതില്ല എങ്കിൽ ഒരൊറ്റ വാപ്പയും ഒരു കുട്ടിനെയും കൊടുക്കില്ല. അത്രമാത്രം പൊന്നാരിച്ചിത്ത അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടിയെ ഇന്നലെ വരെ അറിയാത്ത ഒരാൾക്ക് ഇതാ അള്ളാഹുവിന് കരാറടെ ഏൽപ്പിച്ചു കൊടുക്കരുത്. എന്തൊരു വലിയ എന്താ അവിടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് അവരെ കിട്ടണമെങ്കിൽ അവർക്ക് ഈ ദീനിയായ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിനെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടണമെങ്കിൽ, അത് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഒക്കെ വേണം. അതുകൊണ്ടാ ഈ വിവാഹം പറഞ്ഞിടത്തൊക്കെ പറഞ്ഞെന്താ, ആണിനോട് പറഞ്ഞു പെണ്ണിനെ അന്വേഷിക്കുമ്പോ ദീനുള്ളവളെ നോക്കി കെട്ടിക്കോ. അതിന്റെ അർത്ഥം സൗന്ദര്യം വേണ്ടെന്നല്ല, പണം വേണ്ടെന്നല്ല, തറവാട് വേണ്ട, ദീനാണ്. ദീനുണ്ടോ? ആ ദീനുള്ളതോടൊപ്പം ഇതൊക്കെ ഉണ്ടോ? അൽഹംദുലില്ലാഹ്, ഖൈറു മതാഅ ദുനിയ, ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവം. പക്ഷെ അവിടെ പെണ്ണിനോട് പറഞ്ഞു, ആണ് ഒരുത്തൻ ഹുലുക്കും ദീനുമുള്ള ഒരുത്തൻ നിന്റെ വീട്ടിലേക്ക്
കല്യാണം അന്വേഷിച്ച് വരുമ്പോ അവന്റെ നിറവും അവന്റെ ജോലിയുടെ സ്റ്റാറ്റസും അവന്റെ തറവാണ് നല്ല നോക്കേണ്ടത്. അതുണ്ടോ കെട്ടിച്ചു കൊടുക്ക്. അള്ളാഹുവാണ് ഫദ്ൽ കൊടുക്കാൻ. രണ്ടിന്റെ എലമെന്റ് എന്താ? ദീന. ആ ദീനും അതുകൊണ്ടല്ല പ്രിയപ്പെട്ട സഹോദരിമാര്, ദുനിയാവിൽ ആകാശത്തിന്റെ ചുവട്ടില് ഏറ്റവും വലിയ സമാധാനം അനുഭവിച്ചാരാണ്? അള്ളാഹുവിന്റെ റസൂൽ. ആ റസൂല് ദീൻ ഇങ്ങനെ ഇങ്ങോട്ട് ഉൾക്കൊണ്ടപ്പോ ഖദീജയും റസൂലും തമ്മിലുള്ള ആ വിവാഹ രംഗത്തലെ അങ്ങനെ അവരുടെ കുടുംബത്തെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടതാ, പറയേണ്ടതില്ല. നോക്കി, ആ ഭർത്താവിന് താങ്ങായി. എന്തിനാണ് എന്റെ ഭർത്താവ് പ്രയാസപ്പെട്ട് വരുന്നത്? അള്ളാഹ് ദീനിന്റെ കാര്യത്തിന് വേണ്ടിയാ. അപ്പോൾ പറയണെന്താ? ആ മഹദി പറയണെന്താണ്? കല്ല, പേടിക്കണ്ട, പേടിക്കണ്ട. പുതപ്പിച്ച് മൂടിക്കൊടുത്തിട്ട് ആശ്വാസത്തിന്റെ വാക്കുകള്. ഒരു പെണ്ണ് ആണിന് കൊണ്ട് ഏറ്റവും വലിയ സംഗതി അതാ. പെണ്ണുങ്ങള്, നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനെ ഇങ്ങനെ കിട്ടണോ? ഇത് മാത്രം ശ്രദ്ധിച്ചാൽ അള്ളാന്റെ റസൂല് പറഞ്ഞ ഓരോ വാക്കും എത്ര വലുതാ. ആണിനോട് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കെന്താ? ഇത്വാഅത്ത്. പെണ്ണ്, ഏറ്റവും നല്ല പെണ്ണ് ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, മർഅത്തുൻ സ്വാലിഹ എന്ന് പറഞ്ഞെടുത്ത് ഒരു വാക്ക് അല്ലാഹു റസൂൽ പറഞ്ഞു ഇതാഅത്ത്. രണ്ടിന്റെ അർത്ഥം എന്താ? അനുസരണയുള്ളവർ. എന്താ ഭർത്താവിന് വേണ്ടി ഭർത്താവിന്റെ കാര്യങ്ങളെ ഒക്കെ ഒന്ന് അദ്ദേഹം പറയുന്നത് പോലെ ഒന്ന് അനുസരിച്ച് അദ്ദേഹത്തിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന് അത് മതി. അതേ സമയത്ത് ആണിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എന്താ? നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണിനെ തന്നെ മതിയാവും. നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇതാഅത്ത് ചെയ്താൽ ആ ആണിന് ആ പെണ്ണ് മതി. എന്നാൽ ആണ് പെണ്ണിനോട് പെരുമാറുന്നിടത്ത് പ്രവാചകൻ പറഞ്ഞ എന്താ? ഇക്റാമും മഅറൂഫുമാണ്. രണ്ടും ആദരവാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനം. ഇത് ആദരിക്കപ്പെടേണ്ടവളാണ്. ഇസ്ലാമിലെ പെണ്ണ്, അത് കുറേ പറയേണ്ട വിഷയ. ഇസ്ലാമിലെ പെണ്ണിനുള്ള സുഗന്ധ. ഈ ഭർത്താവിനെ കല്യാണത്തിനെന്ന് ഏൽപ്പിച്ചാൽ അയാളെ തലേക്ക് കൊടുക്കണത് ഇവളുടെ വസ്ത്രം, ഇവളുടെ പാർപ്പിടം, ഇവളുടെ ഭക്ഷണം, ഇനി എല്ലാം ഇന്നു മുതൽ നിങ്ങളാണ്. ആ ആണ് അന്ന് മുതൽ ഓടുകയാണ് ആ പെണ്ണിനെ നോക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇജെന്ത് ചെയ്യാ? ഓളോട് മാന്യമായിട്ട് പെരുമാറാവും. ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു കണ്ണിനീര് വരാൻ പാടില്ല. നീ നല്ലവനാണോ എന്നറിയേണ്ടത് ഓള് പറയണം, ആ മൂപ്പര് അൽഹംദുലില്ലാ എനിക്ക് കിട്ടിയ വല്ലാത്തൊരു നിഅമത്താണ്. നമ്മളെ പെണ്ണുങ്ങൾ എത്ര പറയുന്നുണ്ട്, അത് വേറെ കാര്യം. ഏതായാലും അതാണ്. അതെന്താ? ആ ഖിയാറുക്കും മിൻ അഹ്ലിഹി, നിങ്ങളുടെ പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നു, അത് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇങ്ങോട്ട് ഇക്റാമും അങ്ങോട്ട് ഇതാഅത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ആ രണ്ടാളും അതിന്റെ അടയും ചക്കര വഴി നമ്മൾ ആ രൂപത്തിലേക്ക്. അങ്ങനെയുണ്ട്. ഇതേപോലെ പെരുമാറിയ ചില ആളുകളുടെ കുടുംബങ്ങൾ നമ്മൾ ഇന്നും കാണുന്നുണ്ട്. ഒരു വീട്ടില് മരണത്തിന്റെ താഴ്സ്യത്തിന് പോയപ്പോ മക്കൾ ഇങ്ങനെ പറയാൻ നോക്കി. മക്കള് വാപ്പ മരിച്ചുപോയി. അപ്പൊ ഇമ്മ ഇങ്ങനെ നിൽക്കാണ്. ഇമ്മ ഇങ്ങനെ അളിതലാകുമ്പോ മക്കള് കൊലായിൽ ഇങ്ങനെ നിൽക്കുമ്പോ മക്കള് ഇങ്ങനെ പറയാണ്, ഇനി എങ്ങനെയൊക്കെയല്ല പഠിച്ചോനെ ഇമ്മച്ചി ജീവിക്കാൻ. ഞാൻ ചോദിച്ചു, ഇമ്മച്ചി നിങ്ങളെപ്പല്ലേ? അങ്ങനല്ല, ഞങ്ങൾ എപ്പച്ചും വെച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുമിച്ച. അവരിങ്ങനെ പോകണെങ്ങനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷ. പ്രായമായാലും കൈ പിടിച്ച് അങ്ങനെ പോകും. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മൂപ്പരങ്ങ് പോകും. പിന്നെ ഓളങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പല്ലേ നിക്കേ ഞാൻ നിങ്ങളെപ്പരല്ലാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഇങ്ങനെ വെല്ലാണ്. ഇതങ്ങനല്ല, ഇത് പോകണേ കാണണം. ഒരുമിച്ച. ആ ഇപ്പച്ചിക്കുള്ള എന്തൊക്കെ ഗുളികളുണ്ടോ അതൊക്കെ ഇമ്മച്ചി കൊടുക്കല്. ഇമ്മച്ചിക്ക് എന്തൊരു സാധനം ഉണ്ടോ ആഗ്രഹം ഉണ്ടോ എന്ന് പറയും ഇപ്പച്ചിനോട്. ഇപ്പൊ ആരോടെ പറയപ്പോ വല്ലാത്തൊരു സങ്കടമാണ്. ഈ മക്കള് ഉമ്മന്റെയും ഉപ്പയുടെയും സ്നേഹം കണ്ട് ആ രൂപത്തിൽ കാണുന്ന മക്കള് പറഞ്ഞ വർത്താന അങ്ങനെ ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ രൂപത്തിൽ ഇസ്ലാമികപരമായി പറഞ്ഞ ഈ സംഗതികളെ നമ്മളൊന്ന് ചേർത്ത് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് സന്തോഷം അനുഭവിക്കാം. അതിന് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദീന. ആ ദീന് മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ കൊടുക്കണം എന്ന് പറയുമ്പോ ആ ദീന് ഇപ്പോ ഏകദേശം മദ്രസയിൽ ഒരു 7ാം ക്ലാസ് വരെ നമ്മളുള്ളൂ, അല്ലെ? 8 കഴിഞ്ഞാല്
പിന്നെ ഒരു സാധനം കൊടുക്കില്ല. അവിടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ബാധ്യത കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ മക്കളെ, സഹോദരങ്ങളെ, ഈ മക്കളെ നമുക്ക് തന്നതിനാ. അപ്പൊ നമ്മൾ വിചാരിക്കും, എനിക്ക് കുട്ടികള് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അമാനത്തായി ഏൽപ്പിച്ചതാണ്. കുട്ടികളില്ലാത്ത ഒരുപാട് പേര് ദുനിയാവിലുണ്ട്. അള്ളാഹു കുട്ടികളെ കൊടുത്തിട്ടില്ല. എന്നാൽ നമുക്ക് അള്ളാഹു കുട്ടികളെ തന്നത് അമാനത്തോടു കൂടിയ തരുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല പ്യുവർ, ഒരു കേടില്ല. ഈ കേടില്ലാത്ത സാധനത്തെ തിരിച്ചു കൊടുക്കണം. ഇതിനെ തിരിച്ചു കൊടുക്കണം, നമ്മളതല്ല. അള്ള ഏൽപ്പിച്ചു തന്നതാ, അള്ള തന്നതാ. അള്ള തരുമ്പോ ഇതിനൊരു തകരാറുമില്ല. അള്ളാന്റെ റസൂല് പറയാണ്, അവനെ മജൂസിയാക്കുന്നതും നസറാണിയാക്കുന്നതും അഗ്നി ആരാധകനാക്കുന്നതും അവന്റെ മാതാപിതാക്കളാ. പോയില്ലേ കഥ? കുട്ടിക്ക് തകരാറുണ്ടോ? നമ്മൾ നോക്കണം പ്രിയപ്പെട്ടവരെ. അതിന്റെ ഉത്തരവാദിത്തം നമുക്ക് കുല്ലുക്കും റായി, എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താ? മക്കളെ, നിങ്ങള് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ മക്കളെ ഒരു പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആദ്യം പഠിപ്പിക്കേണ്ടത് പടച്ചോനെ പറ്റിയുള്ള ബോധ്യ. ഓനെ MBBS പഠിക്കട്ടെ, എഞ്ചിനീയറിംഗ് പഠിക്കട്ടെ, സിവിൽ സർവീസ് പഠിക്കട്ടെ, ഏതിന് പഠിക്കട്ടെ, അത് പോകുന്നതിന് മുമ്പ് എന്റെ ഉമ്മാന്റെ കടമ ഞാൻ നിർവഹിക്കണല്ലോ എന്ന ബോധ്യത്തില് ഓനോട് ചോദിക്കും, ഈ ബാംഗ്ലൂർക്കല്ലേ പോണ്, ആയിക്കോട്ടെ, ഡൽഹിക്കല്ലേ പോണ്, ആയിക്കോട്ടെ, ഇപ്പച്ചിന്റെ കുട്ടി ഇവിടുന്ന് പോവല്ലേ, ഇപ്പച്ചിക്ക് ഒന്ന് പറയാണ്ട്, എവിടേക്ക് പോയിക്കോ, പണവും ഒക്കെ ഞാൻ അയച്ചുതരാം. പക്ഷെ ഒരു കാര്യത്തില് ഇപ്പച്ചിന്റെ കുട്ടി ശ്രദ്ധിക്കണം. എന്താ? എവിടെ വെച്ചും ഏത് സ്ഥലത്ത് വെച്ചും മോനെ എന്ത് ചെയ്യാണെങ്കിലും പടച്ചതമ്പുരാൻ കാണുമെന്ന ബോധ്യം നിനക്ക് വേണം. ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ പറഞ്ഞയക്കുമ്പോ മോന് വകതിരിവായപ്പോ ഇപ്പച്ചിന്റെ കുട്ടി ഇപ്പച്ചിന്റെ വൃത്തത്തിന്ന് പോവാണ്. ഇപ്പച്ചി കണ്ണ് ഇങ്ങനെ കാണുന്നിടത്തൊക്കെ ഉണ്ടായിരുന്നു, ഇനി എന്നെ കാണൂല, ഇനി അങ്ങോട്ട് കുറച്ച് ദൂരൊക്കെ പോവും, നിന്റെ ഫ്രണ്ട് സർക്കിൾ കൂടി, അപ്പൊ ഇനി കാണൂല. ഇനി എന്റെ വൃത്തത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. ഇപ്പച്ചിന്റെ മോന് എവിടേക്ക് പോയിക്കോളി, ഏത് സ്ഥലത്തും പോയിക്കോളി, മിസ്കാല ദർറ, ഒരു അണു അളവ് തെറ്റാണ് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നിട്ടത് മറച്ചു വെക്കാൻ നീ പാറക്കുള്ളിലോ ആകാശത്തിലെവിടെയോ ഭൂമിക്കുള്ളിലെവിടെയോ ഒളിപ്പിച്ചു വെച്ചാലും മോനെ ഇപ്പൊ മോനോട് പറഞ്ഞു കൊടുക്കാണ്, മോനെ പടച്ചോനത് കൊണ്ടുവരുത്തോ. ആ ബോധം ഇപ്പന്റെ മോന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇനി ഇപ്പച്ചിന്റെ ബാധ്യത കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ മക്കളോട് +2 കഴിഞ്ഞ കുട്ടിയോട് ഒരു വകതിരിവ് വരുമ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോണ കുട്ടീനെ പിടിച്ചിരുത്തിയിട്ട്, മോനെ ഇജ് ആരാണ് ആരാധിക്കുക, ആരാണ് എന്നെ പേടിക്കുക എന്നൊക്കെ ഒന്ന് ചോദിച്ച് ഒന്ന് ഇരുത്തി ഒരു കുടുംബ സംഗമം അല്ലെങ്കിൽ ഒരു കുടുംബ സദസ്സ് സംഘടിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട വെച്ചാൽ ഇല്ല, നമ്മളങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ അങ്ങനെ ജീവിച്ചു പോവാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, മാറ്റം. ഫാമിലി മീറ്റ് നമ്മളോട് പറയാണ്, അല്ല വീട്ടിൽ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യണം, ദീനിനെ കുറിച്ച് തങ്ങളുടെ മക്കളുമായി വിലയിരുത്തണം. എന്നിട്ട് ആ മക്കൾക്ക് ആ ബോധ്യമുണ്ടാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ രക്ഷപ്പെട്ടു. ആ മക്കള് പറയും, ആ മക്കൾ നോക്കി, ഇങ്ങനത്തെ ഒരു മക്കളെ കിട്ടിയ വേറെന്തോ സമ്പാദ്യം വേണം. നമ്മൾ പറഞ്ഞു കൊടുത്ത ബോധ്യത്തിനനുസരിച്ച് അവന്റെ ജീവിതത്തെ അവൻ കെട്ടിപ്പടുത്തു പോവാണ്. അങ്ങനെ പോകുമ്പോ അവസാനം നമ്മളിങ്ങനെ സക്കറാത്തിൽ മൗത്തിൽ നിൽക്കുമ്പോ മക്കൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് ദിക്റ് ചൊല്ലാൻ പറയുന്ന ഒരു രംഗാലോചിക്കും. ഈ അടുത്തുണ്ടായ മക്കൾ പറഞ്ഞു, ICU ഇപ്പച്ചിനാക്കണ്ട, ഇപ്പച്ചിനെ ICUലാക്കണ്ട. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ റൂമിൽ ഞങ്ങൾ നോക്കണം, വേണ്ടൊക്കെ കൊടുത്തോളാം. അപ്പൊ നമ്മൾ പോയപ്പോ എന്താ ചെയ്യുന്ന, ഈ മക്കള് ഇപ്പനെങ്ങനെ കളിപ്പിക്ക നോക്കി, അയാളൊരു ഭാഗ്യം. ആ മക്കളെല്ലാരും വന്നിട്ട് ആ വാപ്പാന്റെ ചുറ്റില് വിരുന്നിട്ട് മക്കൾക്കറിയാം വാപ്പാന്റെ അവസാന സന്ദർഭം. മക്കള് ബേജാറാകുന്ന അല്ലെങ്കിൽ വല്ലാത്ത വിഷമം സംബന്ധിക്കുന്ന സന്ദർഭത്തിലാ
പിടിച്ചു നിൽക്കുന്നു ആ മക്കള്. എന്താ? അവർക്ക് ബോധ്യമുണ്ട് ഈ ദുനിയാവ് ഇങ്ങനെയാ, ഞങ്ങളല്ല, ഞങ്ങളുടെ ഉപ്പയും പൂർവികരും ഒക്കെ മരിച്ചു പോയതാ, മരണം ഉറപ്പാണ്, ഉപ്പ ഞങ്ങളെ പഠിപ്പിച്ചതാണ്, ആ ഉപ്പാന്റെ വിഷമം ഞങ്ങൾക്കറിയാം. മക്കളെന്ന നിലയിൽ ഞങ്ങൾ ആ ഉപ്പാന്റെ കൂടെ നിൽക്കുകയാണ്, അവരെ കളിപ്പിക്കുകയാണ്. മരണത്തിന്റെ മുഖത്ത് സ്വന്തം മക്കൾ ഉപ്പാനോട് ദിക്റലിപ്പ ദിക്റലി ഇങ്ങനെ പറയാൻ മക്കളെ കിട്ടിയ ബാപ്പ എന്തൊരു ഭാഗ്യവാനാ. ഇന്നത്തെ അവസ്ഥ എന്താ? മറ്റു സമൂഹങ്ങളിൽ ഉള്ളതുപോലെ ഉപ്പയും ഉമ്മയും ഒറ്റക്കാരുടെ ഒരു കാല. മക്കള് ഈ ഗ്ലോബൽ വില്ലേജിൽ നമുക്കറിയാം ജോലി എന്ന് പറഞ്ഞത് സ്വന്തം നാട്ടിൽ നിന്നാവില്ല, എവിടെയാവും. അപ്പൊ ഇങ്ങനെ പോകുന്ന മക്കള് ലീവ് എടുത്തു വരാൻ പ്രാപ്തമാകുന്ന തരത്തില് ഇതെന്റെ വലിയ സ്വർഗത്തിന് വേണ്ടി എനിക്ക് നൽകിയതാ എന്ന ബോധ്യത്തില് ഉമ്മനെയും ഉപ്പയെയും നോക്കുന്ന മക്കളായി ആ തരത്തിലേക്ക് അവർ വരണമെങ്കിൽ ആദ്യം അങ്ങോട്ട് എത്തിക്കണം. എന്ത്? അല്ലെങ്കിൽ ഉണ്ടല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. ഈ ബോധ്യം ഉണ്ടാവില്ല. ഞാൻ എന്തിനാണ് എന്റെ ഉപ്പയെ നോക്കുന്നത്, ഞാൻ എന്തിനാണ് എന്റെ ഉമ്മയെ നോക്കുന്നത്? അവരിൽ നിന്ന് എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണോ? അല്ല. ഇല്ല ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, പടച്ച തമ്പുരാന്റെ പ്രതിഫലം മാത്രം. ഈ ബോധ്യമുള്ള ഒരു മോനും മോളും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഓൻ ജോലി ഒഴിവാക്കി പോരും. കാരണം എന്താ? ഇതിന്റെ സ്വർഗ. അപ്പൊ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഇത് കുറേ ദീർഘമായി പറയേണ്ട വിഷയമാണ്. ഇത് ഒന്ന് തന്നെ പറഞ്ഞപ്പോ സമയം ആരായി, എനിക്കിപ്പോ പങ്കെടുക്കാനേ. ഇവിടെ നിർത്താൻ നമ്മുടെ മക്കൾക്ക് ദീനുണ്ടാക്കി കൊടുക്കാം. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മുടെ വീടിനകത്ത് മബദ്ദത്തും റഹ്മത്തും കാണുക. നമ്മുടെ വീടിനകത്ത് മബദ്ദത്തും റഹ്മത്തും വിശുദ്ധ ഖുർആൻ പറഞ്ഞ അത് രണ്ടും നമ്മുടെ വീട്ടിനകത്തുണ്ടാവണം. സ്നേഹം പ്രകടനങ്ങൾ ഉണ്ടാകണം. ഇന്നത്തെ വലിയ പ്രശ്നം സൈക്കോളജിക്കലിൽ ഒരു ലേഖനത്തിൽ പറയാണ്, ഈ നവഡേയ്സ് ഈ സന്ദർഭത്തിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് ടൈം പോവർട്ടിയാണ്. അത്ര സമയല്ല. ടൈം പോവർട്ടി എല്ലാ കുടുംബങ്ങളും അനുഭവിക്കുന്നു. നിങ്ങൾ വിളിച്ചു നോക്കി, മക്കളെ വിളിച്ചാലും ഉമ്മയും ബാപ്പയും വിളിച്ചാൽ വരെ മക്കൾക്ക് സമയമില്ല. ഇനിയോ ബാപ്പനെയും ഞാൻ വേണ്ട, കുടുംബക്കാരൊന്ന് കൂടണം എന്ന് വിചാരിച്ചാലോ അവന് സമയമില്ല. നാട്ടിൽ ആരും വിളിച്ചാലും സമയമില്ല. വീട്ടിലേക്ക് ഭർത്താവ് വരുന്നത് എങ്ങനെയാ? അവിടുത്തെ ആ ടൈം പോവർട്ടിന്റെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, വർക്ക് ഹോളിസം. ചില ആളുകള് ചില പണികൾ 4 മണിക്ക് തീർക്കണം, എന്നിട്ട് അത് അവിടെ വെച്ച് പോരണം, പിന്നെ പിറ്റേ ദിവസം എടുത്താൽ മതി. പക്ഷെ അതിങ്ങനെ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് വീട്ടിലോ ഭയങ്കര ഭീകരാന്തരീക്ഷം. വീട്ടിൽ ഉപ്പാന്റെ പണി പെണ്ണുങ്ങള് ചായ കയറ്റി വന്ന് അതവിടെ വെക്ക്, ചൂട് ഒന്ന്. അത് കഴിഞ്ഞ് ഇയാൾ ഈ പണി തീരാത്തോണ്ട് ഇനി ഭക്ഷണം കഴിക്കല്ലേ, നിങ്ങൾ കഴിച്ചൂടി. അതങ്ങനെ ഇങ്ങനെ വീട്ടിൽ നോക്കിയാല് മക്കളിങ്ങനെ നോക്കുമ്പോ ഒരു സുഖം കിട്ടില്ല. ഇനി ആണും പെണ്ണും ജോലിയിലെ വീടാണെങ്കിലോ പറയാൻ വേണ്ട, രണ്ടാളും 2 ഭാഗത്ത് മക്കൾ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കണക്ക്. എന്നിട്ട് ഇപ്പൊ എന്താ ChatGPT ഒരു കുട്ടിനെ കൊന്ന്. ഏറ്റവും പുതിയ ടെക്നോളജി, AI ഉപയോഗിച്ച ടെക്നോളജി. അതിലൊരു കുട്ടി, അതിന്റെ ചരിത്രം പറയാണ്, അതിന്റെ വാർത്ത പറഞ്ഞോ, ChatGPT അവസാന നിമിഷം വരെ, ആ കുട്ടിയുടെ അവസാന നിമിഷം വരെ നോക്കി നിന്നു, അവനെ കൊന്നു വാർത്ത. എന്താ? ഈ കുട്ടിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇമ്മച്ചിനോട് പറയാമോ, ഇമ്മച്ചി തിരക്കില്, ഇപ്പച്ചി തിരക്കില്. അപ്പൊ ChatGPT പറഞ്ഞപ്പോ ChatGPT ഇങ്ങനെ ഓരോ സമാധാനിപ്പിച്ചു. അപ്പൊ എനിക്ക് ഇത്ര വലിയ സങ്കടം ഉണ്ടോ? എങ്കിലും എന്തിനു ജീവിക്കുന്നു? അപ്പൊ ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് നല്ല വഴികളുണ്ട്, ഇന്നതൊക്കെ ചെയ്യാം. അതെങ്ങനെയാ? അങ്ങനെ പല തരത്തിലുള്ള മരണത്തിന്റെ ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാണ്. മരണത്തിന്റെ ഓപ്ഷൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അതിലൊരു ഓപ്ഷൻ സ്വീകരിക്കുന്നു. അങ്ങനെ ആ ഓപ്ഷൻ സ്വീകരിച്ച് അവസാനം മരണപ്പെട്ടു പോകും. എന്തേ പ്രശ്നം? ആർക്കും സമയം ഒന്ന് കേൾക്കാൻ. പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരികളെ, എന്തിനാ ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചു? കുറെ പൈസ ഉണ്ടായി, പണം ഉണ്ടായി, ഒരുപാട് പണം, വലിയ വീടുണ്ടായി. എന്താ നമ്മൾ കൊണ്ടുപോണേ? ഏതെങ്കിലും ഒരു മയ്യത്തെടുക്കുമ്പോ 3 കഷ്ണം തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് മയ്യത്തെടുക്കാൻ നേരത്ത് വീട്ടിൻ്റെ ഉള്ളിൽ ഒരു വിളി, എടുക്കല്ലേ 5 ATM കാർഡ് ഉണ്ട്, അത് അതിന്റെ കൂടെ വെക്കാനുള്ളതാണ് എന്ന് ഏതെങ്കിലും മയ്യത്തെടുക്കുമ്പോ പറഞ്ഞോ?
ഉണ്ടാക്കി വെച്ച പണം മുഴുവനും ബാങ്കിൽ ബാലൻസ് ആയി. വലിയ ഒരു ബംഗ്ലാവ് പോലത്തെ വീട് അവിടെ ബാക്കിയാക്കി, നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി നിൽക്കുന്ന ആ ലോകത്ത് നമ്മൾ പോകുമ്പോ ആ വീടിനൊന്നും സംഭവിക്കുന്നില്ല, ആ പണത്തിനൊന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ അങ്ങനെ എടുത്തങ്ങ് പോകും. നമ്മക്ക് എന്താ കിട്ടുക? ഓടുക. നമ്മൾ പെണ്ണുങ്ങളോട് വർത്താൻ പറയാൻ സമയമല്ല, കുട്ടികളോട് വർത്താൻ പറയാൻ സമയമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താൻ പറയാൻ സമയമല്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒന്ന് വീട്ടിലിരിക്കുക. ഫാമിലി മീറ്റിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ വീട്ടിൽ ഒരല്പസമയം നമ്മളൊന്നിരുന്ന് സംസാരിക്കുക മക്കളോട്. മക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. വളർന്നു വരുന്ന മക്കൾക്ക് ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘമായി സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ മക്കൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം നമ്മൾ. അത് ആ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് കേൾക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അവർ കേൾക്കുന്ന ആളുകളുടെ കൂടെ അങ്ങ് പോകും. അത് നമുക്ക് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. പലരുടെയും കൂടെ ഓടിപ്പോകാൻ കാരണം അവൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടായി. ഈ പോയ ആൾക്കാരൊക്കെ, ഈ അധിക ആളുകളും പോകുന്ന ഈ അടുത്ത സ്കൂളിൽ ഒരു കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയപ്പോൾ ആ മോളോട് ചോദിക്കും, എങ്ങനെ നിനക്ക് ഇവരെ ഇഷ്ടപ്പെടുന്നത്? നിന്റെ ഒരു കോലവും ഇവന്റെ ഒരു കോലവും വെച്ച് ഒരു നിലക്കും ചേരില്ലല്ലോ. പിന്നെ ഇതൊക്കെ പിന്നെ നമസ്കാരമൊക്കെ പോട്ടെ, ഓന്റെ മുടിയും ഇതൊക്കെ കാണുമ്പോ എങ്ങനെ നീ ഇഷ്ടപ്പെടുന്നത്? ഇവക്ക് ഒന്നേ ഉള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇയാളെ റെഡിയല്ലേ? നോക്കി ഒരൊറ്റ എലമെന്റിന്റെ മുകളിലാണ്. നല്ലൊരു തറവാട്ടിൽ നല്ലൊരു പെൺകുട്ടി ഒരുത്തന്റെ കൂടെ ഒരിക്കലും അവന്റെ കൂടെ ചേരാത്ത, അവിടെ ഇറങ്ങി അങ്ങ് പോകാൻ അന്ന് വരെ പോറ്റി വളർത്തിയ ഉമ്മ ചങ്കിടറി പറയുന്നുണ്ട്, മോളെ പോലീസ് ഉദ്യോഗസ്ഥരും അവന്റെ നിയമപാലകർക്ക് പറയുന്നുണ്ട്, നിന്നെ ഒന്നുകൂടി ആലോചിക്കും മോളെ, അങ്ങനെ കൊടുക്കലില്ല. മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ ആ നിയമപാലകരൊക്കെ എന്താ വെച്ചാൽ കോട്ടെ കേടുന്നോട്ടെ എന്നുള്ള അർത്ഥത്തിൽ ബലമുണ്ടായിരുന്നു. പക്ഷെ ഇവര് പറഞ്ഞു അത് ഉറപ്പായിട്ടും അത്രമാത്രം സങ്കടകരമാണ്. അതുകൊണ്ട് മോളെ ഒന്നുകൂടി ആലോചിക്കുന്നു. അവിടേക്ക് ഉമ്മന്റെ അടുത്ത് പോയെന്ന് ചോദിക്കും. ആ കുട്ടി പറയുന്നില്ല, ഞാൻ എന്താ പോവാൻ. എന്തേ? ഞാൻ പറയുന്നത് ലിസൺ ചെയ്യാൻ ഇയാള് റെഡിയാണ്. എല്ലാ പണി ഒഴിവാക്കി സ്റ്റാൻഡിൽ വന്ന് നിൽക്കാണ്. 4 മണിക്ക് നിൽക്കാണ്. കുട്ടിയുടെ സ്കൂൾ വിട്ടിട്ടോ 5 മണി 5 വരെ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ ഇയാൾ സന്നദ്ധന. അപ്പൊ ഇയാളെക്കാൾ വല്ല സ്നേഹിക്കുന്ന വേറെ ആളാണ് പോവാൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, വീട്ടിൽ നിന്നൊന്നും കേട്ടാൽ മതി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ, പക്ഷെ അത് നമ്മൾ പാലിക്കുക. വീട്ടിനകത്ത് സ്നേഹബന്ധങ്ങൾ, പരസ്പര സംസാരം ഉണ്ടാകുക. അള്ളാന്റെ റസൂൽ ഒരു ഉദാഹരണം നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം കൊടുത്താണ്. എങ്ങനെ? ആയിഷ ഒന്ന് കുടിച്ച്, അവൻ പ്രവാചകൻ കൊടുത്തു. പ്രവാചകന് ആ ഗ്ലാസ് എടുത്ത് കുടിക്കല്ല, ആ പാത്രം എടുത്ത് കുടിക്കല്ല, പ്രവാചകന് ആ പാത്രം ഇങ്ങനെ തിരിച്ചു നോക്കുകയാണ്. അപ്പൊ ആയിഷ ചോദിച്ചു, എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഈ പ്രവൃത്തി ചോദിക്കാണ്, അല്ല റസൂലേ, ഞാൻ നിങ്ങൾക്ക് വെള്ളം തന്നപ്പോ നിങ്ങൾ ആ പാത്രം ഇങ്ങനെ അന്വേഷിച്ച് അവസാനാണല്ലോ നിങ്ങൾ കുടിച്ച്. അള്ളാന്റെ റസൂല് പറയാണ്, നീ എവിടെയാണോ ചുണ്ട് വെച്ചത് അവിടെ എന്റെ ചുണ്ട് വെക്കാനാണ്. ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മുടെ വീട്ടിലായില്ല. എന്നാലോ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾ, ഭാര്യ ഭയങ്കര എന്താണ്, കൽബിനകത്ത വലിയ ആണ്. പക്ഷെ അത് പ്രകടിപ്പിച്ചാൽ മൂപ്പരെന്തോ ചെറുതായി പോവോ എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ഒന്ന് ഭയങ്കര ഗൗരവത്തിൽ പോകും. ഈ കമലാസുരയ്യ പറയുന്നുണ്ട് നെയ്പായസത്തിന്, പിന്നെ ആ ഒരു വീട്ടിലുള്ള ഉമ്മ വീടിനകവും പുറവും വൃത്തിയാക്കി അവര് അവസാനം അടുക്കളയിൽ ആ പാത്രങ്ങൾക്കിടയിൽ മരിച്ചു വീണു. അവരുടെ ശവദാഹം ചെയ്ത് എല്ലാ മയ്യത്തൊക്കെ എല്ലാം റെഡിയാക്കി അദ്ദേഹവും കുട്ടികളും പള്ളിയിൽ കൊണ്ടുപോയി അതിനെ കവറടുക്കി തിരിച്ചു വന്നപ്പോ ആ വാപ്പ മക്കളെ നോക്കുമ്പോ വല്ലാത്ത വിഷമം. ഇന്നലെ വരെ വിശപ്പറിയാത്ത ആ മക്കൾ വിശന്നിരിക്കുന്ന കണ്ടപ്പോ വാപ്പാക്ക് വല്ലാത്ത സങ്കടം. അടുക്കളയിലേക്ക് പോയപ്പോ അവിടെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ ഒരു പാത്രം തുറന്നപ്പോണ്ട് നെയ്ച്ചോറ്, അടുത്ത പാത്രം തുറന്നപ്പോണ്ട് അതിലുണ്ട് ഉപ്പേരി, അടുത്ത പാത്രത്തിൽ ഇതിനേക്ക് ആവശ്യമായ എല്ലാം ഒരുക്കി വെച്ചത്. അവസാനത്തെ ഒരു പാത്രം പൊന്തിച്ചപ്പോ നെയ്പായസം ഉണ്ട്. അപ്പൊ ഈ മക്കളും അവർ മരിച്ചുപോയ അവരുടെ ഭർത്താവും കൂടി ഇന്ന് പറയാണ്, ഉമ്മച്ചിന്റെ ഭക്ഷണം എത്ര നല്ല രസമുള്ള ഭക്ഷണമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു വർത്താനം അമ്മ കേട്ടിണ്ടാവില്ല, മരിച്ചിട്ടാണ് കേട്ട്. നോക്കി എന്ത് കാര്യം.
അതാ നമ്മളെ വീട്ടിനകത്ത് സ്നേഹപ്രകടനങ്ങൾ അനുഭവിക്കട്ടെ, കാണട്ടെ, പരസ്പരം അറിയട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഈ ടൈം പോവർട്ടി എന്നത് നമ്മൾക്ക് അത് ഒഴിവാക്കിയിട്ട് സമയം, കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം കുറെയൊക്കെ ടൂറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല്, ഇപ്പോ എന്തും ടൂറാണ്. പക്ഷെ എന്താണ്, ടൂറ് പോകുന്ന തന്നെ പരസ്പരം ഒന്നും മിണ്ടില്ല, എല്ലാരും അവനാന്റെ മൊബൈൽ അങ്ങനെ സഞ്ചരിച്ച് പോയി കണ്ട് തിരിച്ചിങ്ങനെ വരിക. ആ പോക്ക് നടക്കണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം. ആ ഭാഗം അവസാനിക്കുക. അവസാനത്തെ ഭാഗം, നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. എത്ര നമ്മൾ വലിയ നിലയിലെത്തിയാലും ആ വാപ്പയും ഉമ്മയും നമുക്ക് സ്വർഗത്തിന് കിട്ടിയിട്ടുള്ള 2 നിഅ്മത്തുകളാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഏതൊരു സന്ദർഭത്തിലും അവരെ ചേർത്ത് പിടിക്കണം. പലപ്പോയിട്ടുണ്ടോ ചില വീടിന് വാപ്പാന്റെ വാക്കാണ് ഏറ്റവും വലിയ വാക്ക്. ആ വാപ്പാക്ക് ഇങ്ങനെ റിട്ടയർമെന്റ് കൂടി കഴിയുമ്പോ വാപ്പാന്റെ വാക്കുകളുടെ ബലം കുറഞ്ഞു വരും. തീരുമാനങ്ങളിൽ പലതും വാപ്പയുടെ വാക്ക് എടുക്കാതെ വരും. അവഗണനയുടെ ചെറിയ ചെറിയ നാമ്പുകൾ ആ വാപ്പ അങ്ങനെ അനുഭവിക്കാൻ തുടങ്ങും. ഇന്നലെ വരെ അടുക്കളയിലെ പല കാര്യങ്ങളും നിയന്ത്രിച്ചത് ഉമ്മയാണ്. ഉമ്മക്കൊരു പ്രായമായി മറവിയൊക്കെ വരുമ്പോ വീട്ടിലുള്ള ആളുകൾ പതുക്കെ അവരെ മാറ്റാൻ തുടങ്ങും. അവർക്കിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങും. ഇന്നലെ വരെ വീട് ഭരിച്ചിരുന്ന ആളുകൾ ഇന്ന് പല കാര്യങ്ങളും അറിയാതെ പോകുന്ന അവസ്ഥ വരുമ്പോ അവർ അനുഭവിക്കുന്ന വലിയ ഒരു മാനസിക വിഷമമുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കരുത്. അപ്പൊ ചിലപ്പോ നമ്മൾ എടുക്കുന്ന തീരുമാനം, അവര് പറയുന്ന കാര്യം വളരെ പ്രയാസമുള്ള സംഗതിക്കും. പക്ഷെ ഒന്ന് ചോദിക്കാം, അപ്പച്ചി നമ്മളിങ്ങനെ ആക്കണ്ട്. അപ്പൊ ആയിക്കോട്ടെ, ആ വാപ്പനെ ചോദിച്ചു, വാപ്പന്റെ ഒരു കൺസേണിലൂടെ, ഉമ്മന്റെ ഒരു കൺസേണിലൂടെ ഇങ്ങനെ വരുമ്പോ ഓൽക്ക് തോന്നും, ഞങ്ങള് ഓലൊന്നും ചെയ്യാണ്ടാവില്ല, ഓൽക്കൊന്നും പറയാനുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും മക്കളായ നമ്മള് ആ വാപ്പാക്കും ഉമ്മാക്കും തോന്നുകയാണ്, പടച്ചോനെ മക്കൾ ഇങ്ങനൊക്കെ വളർന്നിട്ടും ഞങ്ങളോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അവർക്ക് വലിയൊരു അഭിമാനമാണ് പ്രിയപ്പെട്ടവര്. അങ്ങനെ അഭിമാനമില്ലാതെ അവഗണനകളെ കൊണ്ട് ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്നുണ്ട്. വീടുകളിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയുന്ന മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും. എങ്ങാനും ഉമ്മ ഒരിക്കലും ചെയ്യൂല. പക്ഷെ അവഗണന ഇങ്ങനെ മൂത്ത് വരുമ്പോ ഉമ്മ നിസ്കാര കുപ്പായിട്ടിട്ട് ഒന്ന് കൈ പൊന്തിച്ചാൽ മതി, ഒക്കെ അവിടെ നിൽക്കും. പ്രിയപ്പെട്ടവര്, ഉമ്മാന്റെ കണ്ണിന്നൊരു കണ്ണീര് വരികയാണ്, എന്റെ മോള് എന്ന് പറഞ്ഞൊന്ന് വന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ ബർക്കത്ത് അങ്ങ് തടയപ്പെടും. അതുകൊണ്ട് അവരെ പരമാവധി നോക്കുക. ഇനി അതില് മരുമക്കള്, അമ്മായിമ്മ, അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതി വേറെ പറയാണ്ട്. അതുപോലെ നാത്തൂന്, അങ്ങനെ ആ വീടിന്റെ അകത്തളത്തെ പറ്റി കുറച്ച് പറയാണ്ട്. പക്ഷെ ഇവിടെ സമയമല്ല. എവിടാണെങ്കിലും ഏതാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ വാക്കുകൊണ്ട് എന്റെ പ്രവൃത്തി കൊണ്ട് ഒരു പെണ്ണിന്റെ, ഒരാണിന്റെ കണ്ണിന്ന് കണ്ണീർ വരുത്താൻ ഞാനില്ല. നിങ്ങൾ തീരുമാനിച്ചാൽ ഒരു കുട്ടിനെ കെട്ടിയും കൊണ്ടുവന്ന് പറിച്ചും കൊണ്ട് നട്ടാണ്. അതിന് ഇവിടെ വളരുമ്പോ ഒരുപാട് പ്രയാസം ഉണ്ടാവും. പക്ഷെ ഓളിങ്ങനെ നൊലോളിക്കാം, എന്താണ് അമ്മായിമ്മന്റെ വർത്താനം കൊണ്ടോ അമ്മായിമ്മന്റെ പ്രവൃത്തി കൊണ്ടോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവര് എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഇനി ഉമ്മ ഇന്നലെ വരെ മോൻ നോക്കിയ ഉമ്മക്ക് ഇന്ന് കുറെ തകരാറ്, ഓളിങ്ങോട്ട് വന്നപ്പോ ഒരുപാട് തകരാറ് ഇങ്ങനെ മോന് കാണുക. മോൻ പറയാ, 27 വയസ്സ് വരെ ഞാൻ ഈ ഉമ്മാന്റെ അടുത്തേന് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, ഇങ്ങനത്തെ ഇവള് വന്നപ്പാണ് ഉമ്മക്ക് ഇങ്ങനെയൊക്കെ തകരാറുണ്ട്. അപ്പൊ ഉമ്മായിൽ നിന്ന് മോൻ ഇങ്ങനെ അകലുമ്പോ ഉമ്മാക്കെങ്ങാനും സങ്കടം ഉണ്ടാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റുള്ള ഏത് ചെയ്തിട്ടും കാര്യമില്ല. അതുപോലെ ആളുകൾക്ക് പറയാനുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു വെച്ച സംഗതി, ഇസ്ലാം ഉണ്ടാവണം, ദീന് നമ്മുടെ വീട്ടിലേക്ക് ദീന് കൊണ്ടുവരണം, പരസ്പരം സ്നേഹം പ്രകടനങ്ങൾ ഉണ്ടാകണം, അതുപോലെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവർത്തിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നമ്മൾ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഇവിടെ വലിയ നിഅ്മത്തിലാണ്. ഇതൊരു പരീക്ഷണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് വലിയൊരു പരീക്ഷണത്തിലാണ്. ഒരു ഭാഗത്ത് ഭക്ഷണം കിട്ടാതെ ഇന്നലൊരു കുട്ടി മരിക്കുന്ന സന്ദർഭത്തിൽ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയോട് ദിക്ർ ചെല്ലാൻ.
ഒരു ബോംബിട്ടിട്ട് കാലിലുള്ള കുടുംബം മുഴുവനും മരണപ്പെട്ട് അതിലൊരു കുട്ടി മാത്രം ജീവിച്ചു. ആ കുട്ടി ഫോൺ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാണ്, അന വഹീദ്, ഞാൻ ഒറ്റക്കാണ്. അപ്പൊ പോലീസുകാർ പറഞ്ഞു കൊടുക്കാണ്, അവിടുത്തെ പോലീസുകാർ, ലാ തഹ്സൻ, ഭയപ്പെടേണ്ട, അള്ളാഹു കൂടെ ഉണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തോന്നു. ആ റഡാറിൽ നിന്ന് ആ ഫോൺ സന്ദേശം അവിടുന്ന് പോയപ്പോ സിഗ്നൽ കിട്ടിയപ്പോ അതിൽ ആരോ ഒരാൾ ജീവനുണ്ട് എന്ന് വിചാരിച്ചിട്ട് എത്ര ബോംബട്ട്. ആ ബോംബ് 57ഓളം ഒരു കുട്ടിനെ കൊല്ലാൻ. അപ്പോ ഇത് യുദ്ധമല്ല, വംശീയതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. വലാ തഹ്സബന്നല്ലാഹ ഗാഫില അമ്മാ യഅമലു ളാലിമൂന. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. പരീക്ഷണമാണ്. ഇവിടെ നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കുക, ഇതൊരു പരീക്ഷണമാണ്. ഒരു ഭാഗത്ത് പട്ടിണിയും മറുഭാഗത്ത് സുഭിക്ഷതയും ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒരു പരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും, ഈ കിട്ടിയ ഓരോ നിമിഷവും പടച്ച തമ്പുരാനെ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാതെ ഒരു നിമിഷവും നമ്മൾ പോകാൻ പാടില്ല. എല്ലാ സമയത്തും പ്രിയപ്പെട്ടവരെ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കേണ്ട സമയമാണ്. അവർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഫലസ്തീനിലെ ഞങ്ങളുടെ മക്കൾ, സഹോദരിമാർ, അവിടെയുള്ള യുവാക്കൾ, പ്രായം ചെന്നവർ, അള്ളാഹുവേ, അവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അവരെ തകർക്കാൻ ശ്രമിക്കുന്ന സയനിസത്തെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. മരിച്ചു വീഴുന്ന ഓരോരുത്തർക്കും അള്ളാഹുവേ ഷഹീദിന്റെ കൂലി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.